സിനിമയ്ക്കപ്പുറം റിവ്യൂ കോർണറിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യുന്ന സിനിമ അജിത് ശിവ കൂട്ടുകെട്ടിന്റെ തമിഴ് ചിത്രം വേതാളമാണ്. തലയ്ക്കു പിടിച്ച ആരാധകർക്കൊരു തലച്ചിത്രം. മലയാളികൾ ഇത്രയും കാത്തിരുന്ന് കണ്ട തലച്ചിത്രം വേറെയുണ്ടോ എന്ന് സംശയമാണ്. ചെന്നൈയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് എത്തിപ്പെടുകയും പിന്നീട് ടാക്സി ഡ്രൈവർ ആകുകയും അയാളും അയാളുടെ സഹോദരിയും നേരിടേണ്ടി വരുന്നതുമായ സംഭവ വികാസങ്ങളാണ് കഥയുടെ മുന്നോട്ട് പോക്ക്. സ്ക്രീൻ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഗംഭീരമായ ഭാഗപ്പകർച്ചയാണ് അജിത് മുൻ സിനിമകളിൽ നിന്നും വേതാളത്തിൽ കാഴ്ചവെച്ചത്. മാസ് സിനിമകളുടെ സ്ഥിരം പാതയിൽ നിന്നും മാറ്റമില്ലാത്ത പാതയാണ് വേതാളവും കാത്തു സൂക്ഷിക്കുന്നത്. യഥാർത്ഥ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് സഹോദരിയുമായി വണ്ടി കയറുന്ന നായകനും പിന്നാലെ വരുന്ന പ്രശ്നങ്ങളും ഒടുക്കം നായകൻ ഒരു അധോലോക നേതാവോ അല്ലെങ്കിൽ ഒരു ഗുണ്ടയോ ആയി മാറുന്നു. അങ്ങനെ ക്ലീശയായ പൊടിക്കൈകൾ അനവധിയുണ്ട്. എന്നിരുന്നാലും വേതാളത്തെ നല്ലൊരു മാസ് എൻ്റർടൈനറാക്കാൻ സംവിധായകൻ ശിവയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ശ്രുതി ഹസൻ ഈ സിനിമയിൽ എന്തിനായിരുന്നു എന്ന് സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇല്ലെങ്കിൽ മനസ്സിൽ അവശേഷിക്കുന്ന ഒരു ചോദ്യമാണ്. മ്യൂസിക്, BGM എന്നിവ സിനിമയിൽ ഉടനീളം മികച്ചു നിൽക്കുന്നു. ലക്ഷ്മി മേനോൻ മികച്ച അഭിനയ മികവാണ് സിനിമയിൽ കാഴ്ചവെച്ചത്. തമാശയ്ക്ക് പ്രാധാന്യമുള്ള വേതാളമാണെങ്കിലും തമാശ ചിലപ്പോഴൊക്കെ വിരസത അനുഭവപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ തല ആരാധകർക്ക് ഒരു വിരുന്നു തന്നെയായിരിക്കും വേതാളം. മറ്റുള്ളവർക്ക് ആദ്യ പകുതിയിലെ ഓളം രണ്ടാം പകുതിയിൽ കിട്ടിയില്ലെന്നിരിക്കും. സൈനിങ് ഓഫ് സിനാൻ. സിനിമാ ലോകത്തുനിന്നും സ്കൈലാർ പിക്ചേഴ്സ്.